കേരളത്തിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ ഉണ്ടാകണമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ സ്വകാര്യ നിക്ഷേപം ആവശ്യമാണ്. പൊതുമേഖലയിൽ ഇത്രയും കടം വെച്ചൊന്നും ചെയ്യാനാകില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. സ്വകാര്യവൽക്കരണമല്ല ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ പരിഹരിക്കുമെന്നും ഭൂവിനിയോഗത്തിന്റെ പുതിയ സാധ്യതകൾ തേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടില്ലെന്ന് വി ഡി സതീശൻ. മുൻ LDF സർക്കാരിന് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി. DA കുടിശ്ശിക വരുത്തിയതും മെഡിസപ്പ് തകർത്തതും മുൻ LDF സർക്കാരെന്ന് വി ഡി സതീശൻ പറഞ്ഞു. വിവരങ്ങളുമായി ചേരുന്നത് R ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പൊ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനമുണ്ടായത് ഒരു കോർപ്പറേറ്റ് ബജറ്റാണ്, ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ, പഴയ കാര്യങ്ങളൊക്കെ പുതിയ പേരിലൊക്കെ അവതരിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ന്യായീകരണം ഉന്നയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. പ്രൈവറ്റൈസേഷനും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനുള്ള പൈസയില്ല, എവിടുന്ന് ഇത് കൊണ്ടുവരും, അത് സ്വകാര്യ കമ്പനികൾ നിക്ഷേപിക്കട്ടെ എന്നൊരു ന്യായീകരണം അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ അലോക്കേഷൻ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു? ഇപ്പൊ ഉദാഹരണമായിട്ട് മലബാറിലൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയം പറയുന്നുണ്ട്, അതിന് 50 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. 300 മുതൽ 900 കോടി വരെ ഒരു ഫിഫ റെക്കഗ്നൈസ് സ്റ്റേഡിയത്തിന് മിനിമം വേണ്ടി വരുമെന്നിരിക്കെ ഈ 50 കോടി എന്ന് പറയുന്ന ഒരു പേപ്പർ വർക്കിനുള്ള പൈസയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോഴും അലോക്കേഷൻ വളരെ കുറവാണ്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തള്ളുകയാണ്. സ്വകാര്യവൽക്കരണമല്ല, സ്വകാര്യ നിക്ഷേപമാണ് സർക്കാരിൻ്റെ നയം. സ്വകാര്യ നിക്ഷേപമില്ലാതെ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് പ്രകടമായ ഒരു നിലപാട് തന്നെയാണ് എന്നാണ് വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ സ്വകാര്യവൽക്കരണവും സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷ വിമർശനങ്ങളെ പാടെ തള്ളുന്ന ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റു മേഖലയുമായി ബന്ധപ്പെട്ടുമുള്ള ബജറ്റിലെ വകയിരുത്തലിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനമായി ഈ വകയിരുത്തൽ ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. 25 ലക്ഷം രൂപ പ്രീമിയം വരുന്ന ഈ പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത് കേവലം 10 കോടി രൂപയാണ്. അത് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള തുകയാണെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണമെങ്കിലും അത് ഒരു വലിയ അപര്യാപ്തതയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ UDF സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യമായിരിക്കെ അതിന് 10 കോടി രൂപ മാത്രമേ വകയിരുത്തിയിട്ടുള്ളൂ എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി പ്രതിപക്ഷത്തെ LDFും അപ്പോൾ തന്നെ BJPയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പമാണ് ക്രിസ്റ്റീന ചൂണ്ടിക്കാണിച്ച മലബാറിലെ സ്റ്റേഡിയം അടക്കമുള്ള കാര്യങ്ങൾ. മലബാറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇപ്പോൾ 50 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അങ്ങനെ നീക്കിവെച്ച 50 കോടി രൂപ സ്ഥലമേറ്റെടുപ്പിനും മറ്റ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുമായി മാത്രമാണ്. സ്റ്റേഡിയം നിർമ്മാണം 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ടോ പൂർത്തിയാകില്ല. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ നിർമ്മാണങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള കാലതാമസങ്ങളും വരും. അപ്പോൾ വരുന്ന ബജറ്റുകളിൽ അതിന് ആനുപാതികമായ അലോക്കേഷൻ ഉണ്ടാകും എന്നാണ് സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. മലബാർ മേഖലയെ കാര്യമായി പരിഗണിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് ക്യാൻസർ റിസർച്ച് സെൻ്ററിന് 10 കോടി രൂപയുണ്ട്. മലപ്പുറത്തെ അവിടുത്തെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 5 കോടിയുണ്ട്. അത്തരത്തിൽ മലബാറിനെ കാര്യമായി ബജറ്റ് പരിഗണിച്ചിട്ടുണ്ട്. പ്രാദേശിക സന്തുലനം പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ബജറ്റാണ് എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവകാശപ്പെടുന്നത്. ശ്രീത, അത് പറയുമ്പോഴും ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജ് അതിന്റെ പരിമിതികളൊക്കെ നമുക്കറിയാം. ഒരു 20 കിലോമീറ്റർ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നു എന്ന് പറയുന്നത്. അതേസമയം ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ആവശ്യമുള്ള എത്രയോ ജില്ലകൾ വേറെ ഉണ്ടെന്ന ചോദ്യം കൂടിയുണ്ട്. ക്രിസ്റ്റീന, ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത് അതിന് മറ്റൊരു രാഷ്ട്രീയമുണ്ട്. 2011-2016 കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഹരിപ്പാട് കായംകുളം ദേശീയപാതയ്ക്ക് ഇടതുവശത്തായിട്ടുള്ള NDPCക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലമായിരുന്നു നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനായി കണ്ടെത്തിയത്. കരുവാറ്റ മേഖലയിലും ചില സ്ഥലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. എന്നാൽ പിന്നീട് തുടർന്ന് വന്ന സർക്കാർ ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, മെഡിക്കൽ കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുമെന്ന് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരൻ പ്രഖ്യാപിക്കുകയും അതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് എന്ന നേരത്തെ UDF നൽകിയ വാഗ്ദാനം UDFിൻ്റെ പ്രഖ്യാപിതമായ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. അതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജുമായി കേവലം 24 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് എന്നൊക്കെയുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാമെങ്കിലും ഹരിപ്പാട് വേക്കൻ്റായ സ്ഥലമുണ്ട്. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചതായിരുന്നു. അന്ന് NDPC സ്ഥലം നൽകാൻ വിട്ടുകൊടുക്കാൻ
തയ്യാറായിരുന്നില്ല. NTPCയുടെ പവർ പ്രോജക്റ്റ് ഇപ്പോൾ ഏതാണ്ട് സോളാറിലേക്കും മറ്റും മാറിയിട്ടുണ്ട്. നാഫ്ത ഇന്ധനം വഴി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രോജക്റ്റ് മാറി ഇപ്പോൾ അത് സോളാർ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നേരത്തെ ഏറ്റെടുത്ത സ്ഥലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു പദ്ധതിയിലേക്ക് അവിടെ വന്നതാണ്. തിരുവനന്തപുരത്തും രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് UDFിൻ്റെ കാലത്ത് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന VS ശിവകുമാർ പ്രഖ്യാപിച്ചതാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ നേരത്തെ UDF കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതികളായിരുന്നു. അത് അവർ കഴിഞ്ഞ 10 കൊല്ലക്കാലത്ത് ഇരുന്ന LDF സർക്കാർ നടപ്പിലാക്കാതിരുന്നുകൊണ്ട് അത് വീണ്ടും ഉന്നയിക്കുന്നു, അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയം. എന്നാൽ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും പ്രവർത്തന തോതിൽ എത്തിയിട്ടില്ല. അവിടെ മാനന്തവാടി ജില്ലാ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജായി ഉയർത്തിയിരിക്കുന്നത്. അവിടെ സ്റ്റാഫ് പാറ്റേണിൻ്റെ പ്രശ്നമുണ്ട്, സാങ്കേതിക സംവിധാനങ്ങളുടെ പ്രശ്നമുണ്ട്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകൾ മറ്റ് പലയിടത്തുമുണ്ട്. എങ്കിൽ പോലും ഈ 2 മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ UDFിന് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.